കോതമംഗലം വടാട്ടുപാറയിൽ കാട്ടാന ആക്രമണം. വടാട്ടുപാറ സ്വദേശി മനോജിനെയാണ് കാട്ടാന ആക്രമിച്ചത്. ചൊവ്വാഴ്ച രാത്രി ജോലി കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മനോജിന് നേരെ ആനയും കുഞ്ഞും പാഞ്ഞെടുക്കുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ ബൈക്ക് മറിഞ്ഞ് ഇയാളുടെ മുഖത്തിന് പരിക്കേൽക്കുകയും പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. മനോജിനെ കോതമംഗലം ബസോലിയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടാനയുടെ ശല്യം വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വടാട്ടുപാറയിൽ ഇന്ന് 8:45 മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആളെ ബസോലിയസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആൾക്ക് നല്ല രീതിയിലുള്ള പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു RRT പോലും വടാട്ടുപാറയിൽ അനേകം ആളുകൾ കോതമംഗലം പോയി ജോലി കഴിഞ്ഞ് തിരിച്ച് രാത്രി 9 മണിയോടും 10 മണിക്കൊക്കെ വീട്ടിൽ പോകുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു RRT ഇടുകയോ ഫോറസ്റ്റുകാരുടെ ഭാഗത്ത് ഒരു രീതിയിലുമുള്ള സഹകരണം കാണിക്കുന്നില്ല. ഒരാൾ മരണപ്പെട്ടാൽ മാത്രമാണ് ഇവര് എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുകയുള്ളൂ. അല്ലാതെ ആൾക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്കൊരു വിഷയമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരിക്കും. വീടിൻ്റെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ, മീര സിറ്റി അടുത്ത് ആഞ്ഞിലിച്ചോട് ഭാഗത്ത് കുഞ്ഞു ഒരു ആനയും കൂടെ നിൽക്കുന്ന കണ്ടില്ല. ആശാൻ നേരെ വിട്ടു പോന്നപ്പോഴത്തേനാണ് പുറകിൽ നിന്ന് ഒരു ബൈക്കുകാരൻ വന്ന് ആന നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേനും ചാടി ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും മറിഞ്ഞു വീണ് ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ട് കൊച്ചിൻ്റെ രണ്ടൊന്ന് പല്ലും താടയൊക്കെ മുറിഞ്ഞ്. ഇതൊരനുഭവം അല്ല. അതിനു മുമ്പ് ഒരു തവണ ഇതുപോലെ ആനയെ കണ്ട് പേടിച്ച് വണ്ടി മറിച്ചിട്ടിട്ട് ഓടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അന്നും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.